ക്യാബിനറ്റ് യോഗം ഇന്നിപ്പോൾ ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നറിയാം. കഴിഞ്ഞ ദിവസം മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഷിജു എന്തൊക്കെയാണ് പ്രധാനമായും ചർച്ചയ്ക്ക് വരിക? ജിൽസി, നിരവധി വിഷയങ്ങളുണ്ട് മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് കേന്ദ്ര സഹായം ലഭിക്കാത്തത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിരുന്നു. പിന്നീട് കേന്ദ്ര സഹായം ലഭിക്കുന്ന കാര്യമടക്കം ഹൈക്കോടതിയിലേക്ക് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ എപ്പോൾ ഈ സഹായം കിട്ടും? അതായത് കോടതി ഇടപെടുന്നു, സംസ്ഥാന സർക്കാർ നിരന്തരം കേന്ദ്ര സഹായം ലഭിക്കാത്തതിൻ്റെ പേരിൽ കേന്ദ്രത്തിന് കത്തെഴുതുന്നു, വലിയ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അപ്പോഴൊക്കെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ കേന്ദ്ര സഹായം നൽകും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തേണ്ട തുടർ പ്രവർത്തനങ്ങൾ, ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വരുന്നുണ്ട്. മറ്റ് ഒട്ടനവധി വിഷയങ്ങളുമുണ്ട്. ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രത്യേക അജണ്ട സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അതിനുശേഷം മാത്രമേ എന്തൊക്കെ വിഷയങ്ങളാണ് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. കേന്ദ്ര സഹായം വൈകുന്നതും കേന്ദ്ര സഹായം ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുക. ജൽസി, ശരി.